ഒഴുകത്തണിരത്ത് ഒരു രാമേട്ടനുണ്ടായിരുന്നു. ചെറിയ വീടിനൊപ്പം വലിയ മനസ്സും ചെറിയ ലോകവുമാണ് രാമേട്ടൻ്റെത്. ഒരിടത്തും വെറുതെ നിൽക്കാത്ത കക്ഷി. രാമേട്ടന് 2 കൂട്ടുകാരാണുള്ളത്. വേറെ ആരും കൂട്ടുകൂടാൻ രാമേട്ടന്റെ അടുത്തേക്ക് വരികയേയില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും അടുത്ത് രാമേട്ടൻ മിണ്ടാനും പോവില്ല. മിണ്ടുന്നത് മൊത്തം ആ 2 കൂട്ടുകാരോട് മാത്രം. ഇടയ്ക്കിടയ്ക്ക് അവരോടൊപ്പം ചിരിക്കും, കുശലം പറയും, ദേഷ്യം വരുമ്പോൾ ചീത്തയും പറയും. മറ്റു ചിലപ്പോൾ ഇരിക്കുന്ന അവരെ എണീപ്പിച്ചു വിടലാണ് ജോലി. ചുറ്റുമെല്ലാവരും മുറവിളി കൂട്ടുമ്പോൾ നിശബ്ദരായിരിക്കുക രാമേട്ടൻ മാത്രമാണ്. അവരെ ശ്രദ്ധിക്കാറുമില്ല. അതോടൊപ്പം തന്നെ അപ്പുറത്തെ ഉയർന്നു വരുന്ന കെട്ടിടങ്ങളും ചീറിപ്പായുന്ന വാഹനങ്ങളും നിശബ്ദരൊന്നുമല്ല. ഇപ്പോഴും രാമേട്ടൻ നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാലം പോലെ തന്നെ. ഇതാ രാമേട്ടന്റെ 2 കൂട്ടുകാർ. ഒന്ന് മിരട്ടി എണീപ്പിക്കുന്നുമുണ്ട്. രാമേട്ടനോടാ കളി. നമുക്കറിയാത്ത ആ ഭാഷയിൽ രാമേട്ടന്റെ കൂട്ടുകാരനും തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ രാമേട്ടന്റെ ഭാഷ കൂട്ടുകാരന് നന്നായി മനസ്സിലായി എന്ന് പറയാം. കൊല്ലാത്ത പാടങ്ങളാണിതാ മുഴുവനും. അതിലൂടെ വലിയ വടിയുമേന്തി കുറെ പേർ ദിക്കില്ലാതെ ചലിക്കുന്നു. ഒപ്പം ദിശയില്ലാത്ത വാഹനങ്ങളും. രാമേട്ടൻ അതൊന്നും ബാധകമേ അല്ല. തന്നെ ഒരാൾ മറികടന്നിട്ടും അവിടെയും ഒരു സംഭാഷണവും നടക്കുന്നില്ല. ഇപ്പോഴിതാ ഏകാന്തമായി രാമേട്ടൻ മാത്രം. ചെറിയ ലോകങ്ങൾക്ക് വലിയ ലോകങ്ങളെക്കാൾ ഭംഗി കുറവ് തന്നെയാണ്. ചെറിയ വിത്തിൽ നിന്ന് മുളച്ച് പിന്നെ വൻമരമാകുന്നത് പോലെ. വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് തിരിച്ചങ്ങോട്ടും. ഇപ്പൊ ചീത്ത പറയുകയായിരിക്കും.
എന്തായാലും ആ ചെറിയ മൈതാനത്ത് മേയുന്ന കൂട്ടുകാരോടൊപ്പം മനസ്സിൽ അവരോടൊപ്പം മേയുന്ന രാമേട്ടൻ നിശബ്ദനാണ്. സന്തോഷത്തിൽ ഏകാന്തമാണ്. ആ കുഞ്ഞു മനസ്സോടൊപ്പം കുഞ്ഞു ലോകത്തെ വലിയ വലിയ കുഞ്ഞു കാര്യങ്ങൾ.